ചൈന അവരുടെ പ്രധാനപ്പെട്ട എല്ലാ ടെക്നോളജികളും കൊണ്ടുപോകുന്നത് അവരുടെ ഭാഷയിൽ അധിഷ്ഠിതമായ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അല്ല, ഇംഗ്ലീഷൊന്നും അല്ല ഒരു മേജർ ഇതായിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല അവരുടെ ടെക്നോളജിയെ പോലും അവർ മൈക്രോസോഫ്റ്റിനെ പോലും അല്ലെങ്കിൽ ഗൂഗിളിനെ പോലും ഒഴിവാക്കിക്കൊണ്ട് അവരുടേതായ തരത്തിലുള്ള വികസനങ്ങൾ അതിനൊക്കെ അതൊക്കെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ആ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക ശക്തിയുമായിട്ടും അതിൻ്റെ വളർച്ചയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് ഇതൊക്കെ ഹിന്ദി പറയുന്നത് പിന്നെ ഇവിടെ സേനാപതി പറഞ്ഞ ഒരു കാര്യത്തോട് നമ്മൾ പൂർണ്ണമായും യോജിക്കുന്നു. അതായത് തീർച്ചയായിട്ടും വടക്കേ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യൻ ഭാഷ പഠിപ്പിക്കുന്നതും ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമായിട്ട് അതിന് വേണ്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള വാദത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. കാരണം അവരത് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. തിരിച്ച് നമ്മൾ ഈ വാദഗതി പറയുമ്പോൾ അവിടെയുള്ള ആളുകളും അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന പോലെ ഹിന്ദി പഠിക്കുന്നതിനോടൊപ്പം ഭോജ്പുരിയോ അല്ലെങ്കിൽ അതുപോലെ വേറെ ഏതെങ്കിലും ഒരു മൈഥിലിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കുകയും അതിനോടൊപ്പം തന്നെ അവർ ഇംഗ്ലീഷ് പഠിക്കുക, അങ്ങനെ ഒരു ത്രിഭാഷ എന്നുള്ള നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ തെക്കേ ഇന്ത്യക്കാർ തീർച്ചയായിട്ടും വടക്കേ ഇന്ത്യൻ ഭാഷ മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ആ വിശാലമായ അർത്ഥത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ളവർ തെക്കേ ഇന്ത്യയുടെ ഭാഷ മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ത്രിഭാഷാ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അതൊരു വിശാലമായ കാഴ്ചപ്പാടിൽ നല്ല കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. മാത്രമല്ല നമ്മൾ ഈ പറയുന്നത് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് തന്നെ വളരെ പ്രകടമാണ്. കാരണം ഇംഗ്ലീഷ് പഠിക്കുന്നതിനോട് വിയോജിപ്പില്ലാത്തവർ ഹിന്ദി പഠിക്കുന്നതിനോട് വിയോജിപ്പ് ഉണ്ട് എന്ന് പറയുന്നിടത്താണ് അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ മാറി വരുന്ന ഈ ലോകക്രമത്തിൽ കൂടുതലും ഒരു ഏകീകൃതമായ സ്വഭാവമുള്ള ഇപ്പം എല്ലാവർക്കും അവരുടെ സംസ്കാരവും പാരമ്പര്യവും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിലനിർത്തി കൊണ്ടുപോകണം, അതിനെ ഇല്ലാതാക്കണം എന്നുള്ള അഭിപ്രായമൊന്നുമല്ല. മാത്രമല്ല ഈ ആഗോളവൽക്കരണത്തിൻ്റെയും അതുപോലെ തന്നെ AI ടെക്നോളജിയുടെയൊക്കെ കാലഘട്ടത്തിൽ എല്ലാ സംസ്കാരങ്ങളും മാറിപ്പോകുന്നു, ഇല്ലാതാകുന്നു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം ഇവിടുത്തെ സംസ്കാരങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എത്തിച്ചേരുന്നുള്ള ഒരു മാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നടക്കുന്ന കഥകളി ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്നൊരു കൂടിയാട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പല ആർട്ട് ഫോമും കലകളും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നമ്മളുടേതായ ഭാഷയിൽ അതൊക്കെ സൂക്ഷിക്കുവാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഹിന്ദി ആയാലും മലയാളമായാലും സംസ്കൃതമായാലും തമിഴായാലും ഇതൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിനുള്ള യാതൊരു പരിശ്രമവും നടത്താതെ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായി ഇതിനെയൊക്കെ നേരിടുമ്പോഴാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പുകൾ നമുക്ക് ബോധ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഇപ്പോൾ കാണിക്കുന്ന ഇവിടെ ഗോകുമാർ സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇവിടെ നിന്ന് വിട്ടുപോകുവാൻ ഒരുപക്ഷെ പ്രാദേശിക ഭാഷാവാദത്തിലൂടെ ഒരുപക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഇമാജിനറി ആയിട്ടുള്ള കോൺസെപ്റ്റിൽ നിന്ന് അതിൽ നിന്ന് തന്നെ മാറിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് വരെ ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ച ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രാദേശിക സ്വത്വവാദം പ്രാദേശിക ഭാഷാവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നിലപാട് എത്രത്തോളം ശരിയാണ് എന്നുള്ള പരിശോധിക്കേണ്ടുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഇപ്പോൾ കേരളം പോലും ഇപ്പം നമ്മൾ NEP കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ തുടക്കത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു സംസ്ഥാനമാണ് കേരളമെങ്കിൽ ഇപ്പോൾ പിന്നെ ഇവിടെ സ്വകാര്യ സ്കൂളുകളും കോളേജുകളും ഒക്കെ നടപ്പിലാക്കുന്നതിന് വളരെ മുമ്പേ തന്നെ ഗവൺമെൻറ് തലത്തിൽ ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം ഒരു സമയത്ത് കേരളം മനസ്സിലാക്കുന്നു ഇതിൽ നിന്ന് മാറി ഇന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, തമിഴ്നാടിന് മാത്രമായി മാറി ഇന്നുകൊണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കരുതുന്നില്ല എന്ന് മാത്രമല്ല അത് ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് BJPക്ക് വളരെ ഭംഗിയായി അതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായിട്ട് അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രാദേശിക ഭാഷാവാദത്തിന് എതിരായി BJPക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്റ്റാലിൻ്റെ ഈ തന്ത്രത്തിന് വലിയ വില നൽകേണ്ടി വരും എന്നാണ് തോന്നുന്നത്.